പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ വെള്ളരിക്കുണ്ട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. വെള്ളരിക്കുണ്ടിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാനുള്ള തീരുമാനം നടപ്പിലാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മുഴുവൻ ജീവനക്കാർക്കും ബാധകമാക്കണമെന്നും ജൂലൈ 1 മുതൽ ജീവനക്കാർക്ക് ലഭ്യമാക്കേണ്ട 12ാം ശമ്പള പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ജോയിന്റ് കൗൺസിൽ വെള്ളരിക്കുണ്ട് മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക, ലീവ് സറണ്ടർ, ക്ഷാമബത്ത കുടിശ്ശിക എന്നിവ ഉടൻ അനുവദിക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം മുന്നോട്ട് വെച്ചു. വെള്ളരിക്കുണ്ട് പൊടോര കുഞ്ഞിരാമൻ നായർ ഹാളിൽ ചേർന്ന സമ്മേളനം സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ ഏതൊന്നും നിലനിൽക്കുന്നത് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി രൂപീകരിക്കപ്പെട്ടോ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും പുതിയതായി ഒന്ന് രൂപമെടുക്കുന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും സംഘടനാ തലത്തിലായാലും ഒക്കെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് ഒരു അനുസ്യൂതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജോയിന്റ് കൗൺസിൽ എപ്പോഴും ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടുള്ള സംഘടന എന്ന ആ പ്രഥമ ലക്ഷ്യം നിറവേറ്റുന്നതിനായുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയം അന്യമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അന്തർദേശീയ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും, ദേശീയ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും, അതിൻ്റെ രാഷ്ട്രീയങ്ങൾ പറയേണ്ടി വരും, പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അല്ലേ, ജീവനക്കാരുടെ DA വർധനവും ലീവ് സറണ്ടർ ആനുകൂല്യങ്ങളെ കുറിച്ച് മാത്രമല്ല നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ മേഖലാ പ്രസിഡന്റ് ഹമീദ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി CK ബിജുരാജ്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ PP പ്രദീപ് കുമാർ, G സുരേഷ് ബാബു, K പ്രീത, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അരുൺകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം CV രഞ്ജീഷ് എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി K ഗീത പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലയുടെ പുതിയ ഭാരവാഹികളായി റീന ജോസഫിനെ പ്രസിഡന്റായും ജെയ്ബിൻ ചാക്കോയെ സെക്രട്ടറിയായും MJ സജയിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഗീത ബാബുവാണ് വനിതാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. സെക്രട്ടറി K ഗീതയും. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.